സഹാറ പോവല്ലേ, എന്താ അതില് നോക്കി കാണുന്ന മിഷൻ എന്താ? സഹാറ എന്ന് പറയുന്നത് സഹാറ ക്രോസിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സഹാറയെ ഈസ്റ്റിൽ നിന്ന്, സഹാറ മരുഭൂമി ഭയങ്കര വൈഡാണ്. ആഫ്രിക്കയുടെ നോർത്തേൺ പാർട്ട് മുഴുവൻ ഏകദേശം 90% സഹാറ മരുഭൂമിയാണ്. അതിൻ്റെ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് ഒരു ക്രോസിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പണ്ട് ക്യാരവാനൊക്കെ പോയിരുന്ന റൂട്ടാണ്. കൊടും മരുഭൂമികളുടെ നടുവിലൂടെ തന്നെയുള്ള യാത്രയാണ്. അപ്പോൾ എനിക്ക് അവിടെ ഒന്ന് പ്രശ്നം എന്ന് വെച്ചാൽ, ഈ രാജ്യങ്ങളിലൂടെ പോകുമ്പോൾ അവിടുത്തെ പൊളിറ്റിക്കൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, അവിടുത്തെ ഭക്ഷണം എങ്ങനെയാണ് നമ്മൾ പഠിക്കണം, എങ്ങനെ താമസിക്കാൻ പറ്റും, എങ്ങനത്തെ ആൾക്കാർ എന്ത് ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതൊക്കെ നമ്മൾ ആദ്യം പഠിച്ചാൽ മാത്രമേ നമുക്ക് എവിടെ പോകും. ആദ്യമേ ബേസിക്കലി നമ്മൾ തിരിച്ചു വരിക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സേഫ്റ്റി ഈസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ആദ്യം നമുക്ക് പറ്റുന്ന രീതിയിലുള്ള എല്ലാം നമ്മൾ പഠിക്കണം. മൗണ്ടനിൽ പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെ അത് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത കാര്യം എന്ന് വെച്ചാൽ 10,000 കിലോമീറ്ററാണ്. അവിടുത്തെ വെതർ പഠിക്കണം, കൊടുങ്കാറ്റുകളൊക്കെ എവിടെയൊക്കെ വരാൻ സാധ്യത ഉണ്ടെന്ന് പഠിക്കണം, ഏതൊക്കെ പോർഷനാണ് മൗണ്ടൻസ് എന്ന് പഠിക്കണം. അതിനുശേഷമാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ പിന്നെ ആ ഗ്രൗണ്ടിലോട്ട് കാല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു നോട്ടമില്ല, നമ്മൾ മുന്നോട്ട് പോകുമായിരിക്കും. ആദ്യം നമ്മളെല്ലാം പ്ലാൻ ചെയ്തല്ലോ. പക്ഷേ ഇതിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും ഈ യാത്രയിൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. ഡിഫിക്കൽട്ടീസ് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവും. നമ്മുടെ ഈ പ്ലാൻ ഒരിക്കലും നടക്കത്തില്ല.